ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറാവച്ചയുടെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 16ഉം 17ഉം 18ഉം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ആർക്ക് ആയിട്ടുള്ള വേഴ്സസ് സോജോ ആർക്ക് നമ്മൾ ഇന്നിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും വലിയൊരു സോറി പറയുകയാണ്. കാര്യം ഞാൻ നല്ലപോലെ ലേറ്റ് ആയി എന്ന് എനിക്കറിയാം. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത്യാവശ്യം നല്ല തിരക്കുകൾ ഉള്ളതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്യില്ല. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. സോ ഇനി സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചിഹിരോ ഇപ്പോൾ ആ വലിയ ഫൈറ്റിന് ശേഷം ഷാറിനെ ഇങ്ങനെ തോളത്തെടുത്ത് വെച്ചോണ്ട് പോവാണ്. ചിഹിരോയ്ക്കാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ. ഇത് ശ്രദ്ധിച്ചിട്ട് ഷാറാണെങ്കിൽ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ? എന്നിട്ട് അവള് മുമ്പ് ഹിനാവോയോട് പറഞ്ഞ പോലെ പറയുന്നുണ്ട്, നമുക്ക് വേണേ സ്വിച്ച് ചെയ്യാം, അതായത് ഞാൻ വേണേ കുറച്ചു നേരം ഇനി നിന്നെ എടുത്തോണ്ട് നടക്കാമെന്ന്. നമ്മളെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. കുറച്ചു മുമ്പേ ചിഹിരോ നിഷിക്ക് ഉപയോഗിച്ചത് എപ്പോഴത്തെയും പോലെ തന്നെ അവന്റെ മൂവ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം അവന്റെ അറ്റാക്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം ചിഹിരോയുടെ ബോഡി അത്രയ്ക്ക് നാശമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് അവന്റെ ആ ഫിസിക്കൽ സ്ട്രെയിൻ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. എന്നിരുന്നാലും ചിഹിരോയ്ക്ക് ഇപ്പൊ നല്ല വേദനയുണ്ട്. കാര്യം ചില്ലറ പരിക്കൊന്നും അല്ലല്ലോ പുള്ളിക്ക് പറ്റിയത്. ചിഹിരോ ഇപ്പൊ ഷാറിന് മറുപടി കൊടുക്കുന്നുണ്ട്, നമുക്കങ്ങനെ സ്വിച്ച് ചെയ്യാനൊന്നും പറ്റില്ല ഷാർ. അതുമാത്രമല്ല, നീ അനുഭവിച്ച വേദനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന ഒന്നും വേദനയേ അല്ല. ഹിനാവോ എവിടെയെന്ന് ഇപ്പൊ ഷാർ ചോദിക്കുന്നുണ്ട്. ചിഹിരോ പറയുന്നുണ്ട് അവക്ക് കുഴപ്പമൊന്നുമില്ല, ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഇപ്പൊ അത് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായി. അപ്പോഴാണ് അവള് ചിഹിരോയുടെ ആ ഇടത്തേക്കായി ശ്രദ്ധിക്കുന്നത്. അത് ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവള് പറയുന്നുണ്ട്, നീ ഇപ്പോഴും ഓക്കെ അല്ല ചിഹിരോ എന്ന്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നു. ഇപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ഷാറിനെ വെച്ചിട്ട് അവിടെ സോജോ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാന പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്യോനാഗി ക്ലാനിൽപ്പെട്ടവരുടെ സെല്ലുകൾക്ക് സ്വയം ഹീല് ചെയ്യാൻ മാത്രമല്ല ബാക്കിയുള്ളവരെ ഹീല് ചെയ്യാനുള്ള പവർ കൂടിയുണ്ട്. ഇപ്പോൾ ഈ കാര്യം ശരിയാണെന്ന് ഇവർ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. പക്ഷെ ഷാറിനെ വെച്ചിട്ട് ഈ എബിലിറ്റി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഷാറാണെങ്കിൽ ഇപ്പൊ ചിഹിരോ എടുത്ത് അവന്റെ ഇടത്തെ കൈ അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയുന്നു. അതെന്തിനാന്ന് ചോദിച്ചിട്ട് ചിഹിരോ അവന്റെ ഇടത്തെ കൈ അവൾക്ക് നേരെ നീട്ടുന്നു. ഷാർ ഇപ്പോൾ ചിഹിരോയുടെ ആ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഷാർ അവളുടെ അമ്മയോട് ചോദിക്കുന്നു, അമ്മ എന്റെ മുറിവുകളൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കരിയുന്നതെന്ന്. അത് നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ള ഒരു സ്പെഷ്യൽ പവർ ആണെന്ന് ഇപ്പൊ ഷാറിന്റെ അമ്മ അവളോട് പറയുന്നുണ്ട്. ഒരു പരിക്ക് പറ്റുമ്പോൾ സാധാരണ നിനക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുക എന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു. ഭയങ്കര വേദനയായിരിക്കുമെന്ന് ഷാർ പറയുന്നുണ്ട്. നിനക്ക് ആ വേദന ഇഷ്ടമാണോ? അല്ല. അപ്പോൾ ആ വേദന സ്റ്റോപ്പ് ചെയ്യണമെന്ന് നീ മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് ഹീലാവുന്നതെന്ന് അവളുടെ അമ്മ പറയുന്നു. ഇപ്പോൾ ചിഹിരോയുടെ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ മുറിവ് ഹീലാവണമെന്ന് അവൾ മനസ്സുകൊണ്ട് അങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഷാറിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സാമ്പിൾ എടുത്തിട്ട് സോജോ ഈ പരീക്ഷണം ചെയ്യുമ്പോഴെല്ലാം അത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു മുറിവും അവൾക്ക് ഹീൽ ചെയ്യാനായിട്ട് കഴിയൂ. അമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിച്ചതും അതേപോലെ തന്നെ ചിഹിരോ ആ സാൻഡ്വിച്ച് മേടിച്ചു കൊടുത്തതും ഒക്കെ അവൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ചിഹിരോയുടെ ആ മുറിവ് ഹീലാവാനായിട്ട്. ഇപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ചിഹിരോ ആണെങ്കിലും അവന്റെ കയ്യിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ഹീലായെന്നാണ് തോന്നുന്നത്. ഇവരിപ്പോ ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഷിബ നിൽക്കുന്നുണ്ട്. അവരിപ്പോ മുന്നിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം. അവരുടെ മുന്നിൽ ആരോ അല്ലെങ്കിൽ എന്തോ നിപ്പുണ്ട്. മിസ്റ്റർ ഷിബ, ഷാറിനെ നിങ്ങൾ അങ്ങ് കൊണ്ടുപോക്കോ എന്നും പറഞ്ഞിപ്പോ ചിഹിരോ അവളെ ഷിബയ്ക്ക് കൈമാറുന്നുണ്ട്. ഷാർ ആണെങ്കിൽ ഇപ്പൊ ഷിബയുടെ തോളത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ ഈ മുന്നിൽ നിൽക്കുന്നത് ആരായാലും അതിനെ നേരിടാൻ ചിഹിരോയ്ക്ക് പറ്റും എന്ന് ഷിബയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ചിഹിരോയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഷിബയ്ക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്. ഇപ്പൊ ഷിബ എന്തോ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അതായത് ചിഹിരോ അവന്റെ ആ ഇടത്തെ കൈ കൊണ്ട് ഇപ്പൊ റോക്ക് പേപ്പർ സിസർ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അവന്റെ ആ ഇടത്തെ കൈ ഹീലായി. ഷാർ, നീ എന്നെ ഹീൽ ചെയ്തല്ലേ എന്ന് ചിഹിരോ ഇപ്പൊ ചോദിക്കുന്നു. ഷിബയാണെങ്കിൽ ഇപ്പൊ ഷാറിനെ കൊണ്ട് ടെലിപോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഷാർ പറയുന്നുണ്ട് ചിഹിരോയോട്, അതായത് ചിഹിരോ നീ മരിക്കരുത്, നീ തിരിച്ചു വരണമെന്ന്. ഇപ്പോ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്ന് ചിഹിരോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷാറിനോട് താങ്ക്സും പറയുന്നു. ഇപ്പൊ അവര് പെട്ടെന്ന് അവിടുന്ന് ഡിസപ്പിയർ ആയി പോകുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ അവന്റെ മുന്നിലുള്ള എന്താണോ അതിനെ നേരിടാനായിട്ട് അവന്റെ എൻഡൻ ബ്ലേഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ആ കമുനാബി സോജോ ഫൈറ്റിൽ നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. സോജോയ്ക്ക് ഇനി റീചാർജിങ് ടൈം ആയിട്ട് 10 സെക്കൻഡ് വേണമല്ലോ. അപ്പൊ ആ സമയത്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവർ പോവാണ്. ഇക്കുറ്റോ ആണെങ്കിൽ പെട്ടെന്ന് എന്തോ ശ്രദ്ധിച്ചിട്ട് കുഗാര പെട്ടെന്ന് അവിടുന്ന് മാറുമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ മുഖംമൂടി വെച്ച ആളാണ് കുഗാര. സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മെയ് ആണല്ലോ യൂസ് ചെയ്യാൻ പറ്റാത്തത്. സോജോ പക്ഷേ ആ കവും യുയും തമ്മിൽ ലിങ്ക് ചെയ്തു. ആ ചിതറി കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ മൊനയുള്ള ഐസ് വാളുകൾ ഇങ്ങനെ മേളിലേക്ക് ഉയരാൻ തുടങ്ങി. ആ മാസ്ക് വെച്ച ആളാണെങ്കിൽ ഇപ്പൊ ഐസ് വാളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ചാടി വന്നിട്ട് സോജോയ്ക്ക് നേരെ 2 പോൾസ് എറിയുന്നുണ്ട്. ഇപ്പൊ അത് വന്ന് സോജോയുടെ മുന്നിൽ ഇങ്ങനെ തറച്ചു നിൽക്കുകയാണ്. എനിക്കും പോയി ഫൈറ്റ് ചെയ്യണമെന്ന് ഇപ്പൊ ആ മുടി കളർ അടിച്ചവനാണെങ്കിൽ പറയുന്നുണ്ട്. ആ പോണിറ്റെയിൽ വെച്ച പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, നീ ഒന്ന് ക്ഷമിക്ക്, നീ നമ്മുടെ സീക്രട്ട് വെപ്പണാണ്, ഇപ്പോഴേ നിന്റെ പവർ പ്രയോഗിക്കാൻ പാടില്ല എന്ന്. അതേപോലെ ഞാൻ ആകെ തളർന്നു എന്നും അവള് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു മന്ത്രവാദിയാണെങ്കിൽ കൈ എൻലാർജ് ചെയ്തുകൊണ്ട് വന്നിട്ട് സോജോയുടെ ആ ക്ലൗഡ് ഗൗജ
ഗൗജർ പിടിച്ചിരിക്കുന്ന കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇപ്പോ 10 സെക്കൻഡ് ആയില്ല, അതിനു മുമ്പേ സോജോയ്ക്ക് ഇവരോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാര്യം കുഗാരയും ഇക്വിറ്റോയും ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ചിഹിരോ പറഞ്ഞ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ട്രൂ റിലം എന്ന് ഇക്വിറ്റോ പറയുന്നു. സോ ഇവരിപ്പോ ഇവരുടെ സ്ട്രാറ്റജി മാറ്റിയിട്ട് പ്ലാൻ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇക്വിറ്റോ കുഗാരയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് മാഗ്നറ്റൈസ് എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ ചാർജ് ആണല്ലോ സോജോയുടെ കഴിവ്, അപ്പൊ അവന് നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ബ്ലാസ്റ്റ് തന്നെ കൊടുത്തേക്കാമെന്ന് ഇക്വിറ്റോ പറയുന്നു. ആ മാസ്ക് വെച്ച മന്ത്രവാദിയാണെങ്കിൽ ഇപ്പൊ സബ്ഡ്യൂ എന്ന് പറഞ്ഞൊരു സ്പെല്ല് ചെയ്തിട്ട് അയാൾ മുമ്പ് സോജോയ്ക്ക് ചുറ്റും എറിഞ്ഞ ആ പോൾസ് ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ റോപ്സ് കണക്ട് ആക്കിയിട്ട് സോജോയെ അവിടെ ബന്ധിച്ച് നിർത്തുന്നുണ്ട്. ഇതേ സമയം ഇക്വിറ്റോ ആണെങ്കിൽ കുഗാരയെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് ചാർജ് ചെയ്ത് ഒരു ബുള്ളറ്റ് വിടുന്നത് പോലെ സോജോയ്ക്ക് നേരെ വിടുന്നുണ്ട്. സോജോ ആണെങ്കിൽ അവിടെ അനങ്ങാൻ പറ്റാതെ നിൽക്കുവാണല്ലോ. ഇപ്പൊ കുഗാരയാണെങ്കിൽ ഫോഴ്സിൽ വന്നിട്ട് സോജോയെ ഇടിച്ച് കീറി താഴേക്ക് ഇടുന്നുണ്ട്. ആ കൈ എൻലാർജ് ചെയ്ത് വെച്ചിരുന്ന മന്ത്രവാദിയാണെങ്കിൽ ആ സോജോയുടെ കയ്യിലിരുന്ന ക്ലൗഡ് ഗൗജറിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അവൻ താഴെ വീണപ്പോഴത്തേക്ക് അതിവര് പിടിച്ചെടുത്തു. ഓക്കെ, അപ്പൊ ക്ലൗഡ് ഗൗജർ എന്തായാലും നമ്മൾ പിടിച്ചെടുത്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും ഉസുക്കിയും കൂടെ നോക്കിക്കോളാം എന്ന് ഇക്വിറ്റോ പറയുന്നുണ്ട്. ആ മാസ്ക് വെച്ച നീളം കുറഞ്ഞ ആളാണ് ഉസുക്കി. ഇപ്പൊ ഇങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഇവർ സമാധാനിച്ച് നിൽക്കുമ്പോൾ ആ താഴേക്ക് വീഴുന്ന സോജോ ആണെങ്കിൽ ഇപ്പൊ മെയ് എന്ന് പറയുന്നുണ്ട്. ഉടനെ ആ കൈ എൻലാർജ് ചെയ്ത് വെച്ചിരുന്ന മന്ത്രവാദിയുടെ ബോഡി തന്നെ കീറി മുറിച്ചുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന ക്ലൗഡ് ഗൗജർ സോജോയ്ക്ക് നേരെ പോകുന്നുണ്ട്. സോജോയെ ഇടിച്ച് താഴേക്ക് ചാടിയ കുഗാരയുടെയും ബോഡി കീറി മുറിച്ചുകൊണ്ട് ക്ലൗഡ് ഗൗജർ താഴേക്ക് പോവാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കമുനാവിയിലെ മെമ്പേഴ്സ് ഒക്കെ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ആ വന്ന ക്ലൗഡ് ഗൗജർ സോജോ അവന്റെ വായിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഫേസ് 2ലേക്ക് കിടക്ക് കസാനെ, അത് ഉപയോഗിക്കുമെന്ന് ഇപ്പൊ ഇക്വിറ്റോ വിളിച്ചു പറയുന്നുണ്ട്. ആ മുടി കളറടിച്ചവനാണ് കസാനെ. അവൻ സീക്രട്ട് വെപ്പൺ ആണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കസാനെ ആണെങ്കിൽ ഇപ്പൊ ഡീമൻ മോൺസ്റ്റർ എന്നും പറഞ്ഞൊരു സ്പെല്ല് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് സോജോ ജെറ്റ് പോലെ അവന്റെ ബാക്കിൽ വന്നിട്ട് അവന്റെ കൈ അങ്ങ് വെട്ടുന്നുണ്ട്. ഇനി നേരെ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ചാപ്റ്ററിന്റെ ആദ്യം ചിഹിരോയും ഷിബയൊക്കെ ആ നോക്കി നിന്നത് അവരുടെ മുന്നിൽ നിൽക്കുന്ന സോജോയാണ്. ഈ ഫൈറ്റ് കഴിഞ്ഞിട്ട് സോജോ ചിഹിരോയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സോജോ പറയുന്നുണ്ട്, ഞാൻ ഈ ക്ലൗഡ് ഗൗജർ കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതുമായിട്ട് നല്ലപോലെ സിങ്ക് ആവാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ആ റീചാർജിങ് ഇന്റർവൽ, അതായത് ആ 10 സെക്കൻഡ് എന്നുള്ളതും കുറഞ്ഞു. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മെയ് എന്നുള്ള അറ്റാക്ക് അങ്ങ് അൺലീഷ് ചെയ്യുന്നതിന് പകരം അത് ഞാൻ ക്ലോക്ക് ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് ചിഹിരോ നിഷിക്ക് ഉപയോഗിക്കുമല്ലോ അവന്റെ അറ്റാക്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് പോലെ, അതേ രീതിയിൽ സോജോ മെയ് ഉപയോഗിച്ചു. സംഭവം കുറച്ച് ടൈം പിടിക്കുമെങ്കിലും നീ എനിക്ക് കാണിച്ചു തന്ന എക്സാമ്പിൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഇപ്പൊ സോജോ പറയുന്നുണ്ട്. അതായത് സോജോയുടെ ആ വാളിൽ നിന്ന് വന്ന മിന്നലെല്ലാം ചിഹിരോ അബ്സോർബ് ചെയ്തിരുന്നല്ലോ അത്. ഇപ്പൊ ആ ഫൈറ്റിന് ശേഷം കമുനാബി ടീംസ് എല്ലാം ക്രാഷ് ചെയ്ത് കടലിൽ വീണിരിക്കുന്നത് നമുക്ക് കാണാം. കസാനെ ആണെങ്കിൽ ആ കടൽ തീരത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ സോജോയെ ഫൈറ്റ് ചെയ്യാൻ പോയ കമുനാബി ടീമിന് മരണം തന്നെ സംഭവിച്ചു കാണുമെന്ന് സെൻസ് ചെയ്തിട്ടും ചിഹിരോ അവന്റെ ഫോക്കസിലും കോൺസെൻട്രേഷനിലും അങ്ങനെ തന്നെ സോജോയുടെ മുന്നിൽ നിന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ഇങ്ങനെ നിൽക്കുകയാണ്. സോജോ ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് നാളത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ലെന്നാ ഞാൻ കരുതിയത്. നീയും എന്തായാലും ഇപ്പൊ എല്ലാത്തിനെ പറ്റി ആഴമായി മനസ്സിലാക്കിയ മട്ടുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സോജോയെ നോക്കി നിൽക്കുകയാണ്. സോജോ ആണെങ്കിൽ ഇപ്പൊ പറയുന്നു, നമുക്ക് എന്തായാലും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷെ എന്തായാലും അത് വാക്കുകളിലൂടെ വേണ്ട. നറേറ്റർ ഇപ്പൊ പറയുന്നുണ്ട്, രണ്ടുപേരും ഇപ്പൊ നല്ലപോലെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. അതുമാത്രമല്ല രണ്ടുപേരും ഇപ്പൊ എൻചാന്റഡ് ബ്ലേഡ്സിനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വാളിന്റെ അൾട്ടിമേറ്റ് അറ്റാക്കിനായിട്ടുള്ള ടൈം ലിമിറ്റ് അവർക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാളുകൾക്കും, അതായത് ക്ലൗഡ് ഗൗജറിനും എൻഡനും ഉള്ള അൾട്ടിമേറ്റ് അറ്റാക്സിന്റെ ടൈം ലിമിറ്റ് 12 സെക്കൻഡുകൾ മാത്രമാണ് ഇനി. സോ അവർ രണ്ടുപേരും മെയ്യെ നിഷിക്കി ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി 12 സെക്കൻഡിനുള്ളിൽ, വെറും 12 സെക്കൻഡിനുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും. ജെറ്റ് സ്പീഡിൽ രണ്ടുപേരും നേർക്ക് നേരെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇനി 11 സെക്കൻഡുകൾ കൂടി മാത്രം അവർ ജമ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അവരാ കൂട്ടിമുട്ടിയ ഫോഴ്സിൽ ആ പുരപ്പുറത്തെ ഓടൊക്കെ ഇങ്ങനെ ചിതറിത്തെറിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഇനി ഇതിന് പാരലായിട്ട് നമ്മളെ ഇപ്പൊ കാണിക്കുന്നത് ഇമാജിനറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ചിഹിരോയും സോജോയും ഇങ്ങനെ ഫൈറ്റ് അല്ലാതെ ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ അവരുടെ ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു POV. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഡാങ്കോയും വെച്ചിട്ടുണ്ട്. സോജോ ആണെങ്കിൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇത് ചവയ്ക്കുമ്പോൾ ഒരു ച്യൂയിംഗം പോലെ ഇരിക്കും, പക്ഷെ ഇറക്കി കഴിയുമ്പോൾ ഒരു മധുരമൊക്കെ കിട്ടും, ബെസ്റ്റ് സാധനമാണെന്ന്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സോജോ പറയുന്നുണ്ട്, ഇത് ഞാൻ റെസ്പെക്ട് കാണിക്കുന്ന രീതിയാണ്, കഴിക്കേ, എനിക്ക് മധുരം ഇഷ്ടമല്ല എന്ന് ചിഹിരോ പറയുന്നു. ഓഹ്, അത് കുറച്ച് കടുത്തു പോയല്ലോ, നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാമെന്നാ ഞാൻ കരുതിയത്, പക്ഷെ നിന്റെ ഉള്ളിൽ എന്നെ വെട്ടിക്കീറാനായിട്ടുള്ള ചോരക്കൊതി മാത്രമേ ഉള്ളല്ലോ എന്ന് ഇപ്പൊ സോജോ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും സംസാരിക്കാതെ നമ്മളിൽ ഒരാൾ ചാകുന്നിടം വരെ ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഭയങ്കര വേസ്റ്റ് ആയി പോകുന്നു സോജോ പറയുന്നു. ഈ സമയം മുഴുവൻ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത് നീയാ, അത് നിനക്കറിയോ? നീ റോക്കുഹിരയുടെ മകനാണല്ലേ, നിന്നോടാരാ ഇത് പറഞ്ഞെന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്, ആ ഫൈറ്റിനിടയ്ക്ക് വെച്ച് അവൻ തന്നെയാണല്ലോ പറഞ്ഞതെന്ന്. സോജോ ഇപ്പൊ ആ 3 ഉള്ളത്
അതിൽ ഒരു ഡാങ്കോ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നു, നീ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നീ ആ ഫൈറ്റിനിടയ്ക്ക് വെച്ച് പറഞ്ഞല്ലോ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈവിൾ ആയിട്ടുള്ളവരെ ഫൈറ്റ് ചെയ്തിട്ട് വീക്ക് ആയിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണെന്ന്. ആ സമയത്ത് ഞാനത് എതിർത്തിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് സോജോ പറയുന്നുണ്ട്. നീ അത് അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ, അപ്പൊ ഈ എൻചാന്റഡ് ബ്ലേഡ് പിടിക്കാനുള്ള യോഗ്യത നിനക്കില്ല എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് ചിഹിരോ പറയുന്നു. ആ പറഞ്ഞതിനോട് സോജോ യോജിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, നിനക്ക് നിന്റേതായ വിശ്വാസങ്ങൾ ഉള്ളതുപോലെ എനിക്ക് എന്റേതായ വിശ്വാസങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ എൻചാന്റഡ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം നശിപ്പിക്കാനായിട്ടുള്ള ഒരു ആയുധമാണ്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ഇതിനെ എതിർക്കുന്നു. അവൻ പറയുന്നുണ്ട്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. എന്റെ അച്ഛൻ ഈ എൻചാന്റഡ് ബ്ലേഡ്സിനെ എങ്ങനെയാണ് സമീപിച്ചിരുന്നതെന്ന് എല്ലാ ദിവസവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സോജോ ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ല അങ്ങനൊന്നും അല്ല, എല്ലാവരെയും പോയി വെട്ടി അരിയെ എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അല്ല നിർത്തിക്കേ, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? എല്ലാ ദിവസവും നീ റോക്കുഹിരയുടെ ഒപ്പം ഉണ്ടായിരുന്നെന്നോ? റോക്കുഹിര എങ്ങനെയുള്ള ആളായിരുന്നു എന്നറിയാൻ എനിക്ക് ശരിക്കും വല്ലാത്ത ആകാംക്ഷയുണ്ട്. ഓ അല്ലെങ്കിൽ വേണ്ട, എനിക്കത് അറിയണമെന്നില്ല. ഞാൻ ഓൾറെഡി എന്റെ കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞു. എന്റെ ചിന്തകളൊന്നും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ വിശ്വാസപ്രകാരമല്ലേ എന്റെ അടുത്തുനിന്ന് ആ കൊച്ചിനെ നീ രക്ഷിച്ചോണ്ട് പോയത്. അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ക്ലൗഡ് ഗൗജറുമായിട്ട് സിങ്ക് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ആൾക്കാരെ കൊന്നൊടുക്കാനാണ് കഴിയുന്നത് എന്ന് സോജോ പറയുന്നു. കമുനാബി ടീം ആണെങ്കിലും ഫുള്ള് പണി കിട്ടി ഇങ്ങനെ കിടക്കുകയാണ്. കുഗാരയുടെ മുഖംമൂടിയൊക്കെ കടൽ തീരത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. ഇനി റിയൽ ടൈമിലുള്ള സോജോയുടെയും ചിഹിരോയുടെയും ഫൈറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. കിട്ടിയടാ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ സോജോ ചിഹിരോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് കാലുകൊണ്ട് സോജോയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. സോജോ ആണെങ്കിൽ ഇപ്പൊ ഉടനെ ആ വാൾ അവന്റെ മറ്റേ കൈയിലേക്ക് എറിഞ്ഞു പിടിച്ചിട്ട് ചിഹിരോയെ വെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. 9 സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ചിഹിരോയുടെ ഒരു കൈ വെട്ടേറ്റ് പോയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിന്റെ ഒരു ഡയറക്ഷൻ മാറ്റി വിടാൻ വേണ്ടിയിട്ട് ചിഹിരോ അവന്റെ കൈ സാക്രിഫൈസ് ചെയ്തതാണ്. അത് കണ്ടിട്ട് സോജോയ്ക്ക് ഒരു അതിശയം വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ഫിസിക്കലി സ്ട്രോങ്ങർ ആണ്. പക്ഷേ ചിഹിരോയ്ക്ക് മുമ്പത്തേനേക്കാളും വേഗത കൂടിയിട്ടുണ്ടെന്ന് സോജോ നോട്ടീസ് ചെയ്യുന്നു. ചിഹിരോ ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, സോജോ ഇപ്പൊ നല്ല മിന്നൽ വേഗത്തിലാണ് വരുന്നത്. അവൻ ഉറപ്പായിട്ടും ഇപ്പൊ എന്നെക്കാളിലും ഫാസ്റ്റർ ആണ്. വീണ്ടും ആ പാരലൽ യൂണിവേഴ്സ് ടീ പാർട്ടിയിലേക്ക് സീൻ ഷിഫ്റ്റ് ആവുന്നുണ്ട്. റോക്കുഹിരയെ പറ്റി സംസാരിക്കാൻ, പുള്ളിയുടെ വ്യൂ പോയിന്റ്സിനെയൊക്കെ അനലൈസ് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണോ നീ കരുതിയിരിക്കുന്നതെന്ന് സോജോ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്, പക്ഷേ അത് ശരിയല്ല. ആർക്കും പുള്ളിയെ പറ്റി സംസാരിക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഉള്ള ഈ ഫൈറ്റ് അർത്ഥമുള്ള ഒന്നാകുന്നതെന്നും സോജോ പറയുന്നു. അതാണ് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഐഡിയോളജീസ് തമ്മിലുള്ള ഫൈറ്റ്. എൻചാന്റഡ് ബ്ലേഡ്സ് നാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോജോ, അങ്ങനെ നാശം ചെയ്യുന്നവരെ എതിർക്കാൻ വേണ്ടിയിട്ട് എൻചാന്റഡ് ബ്ലേഡ്സ് ഉപയോഗിക്കുന്ന ചിഹിരോ. യഥാർത്ഥ ഫൈറ്റിൽ ഇനി 7 സെക്കൻഡുകൾ കൂടെ ബാക്കി നിൽക്കെ ചിഹിരോയുടെ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് സോജോ മനസ്സിലാക്കുന്നു. നിഷിക്കിയെ കൂടാതെ വേറെ 3 തുറുപ്പ് ചീട്ടുകൾ കൂടി ഇവന്റെ കയ്യിലുണ്ട്. ഒന്ന് ലോങ് ഡിസ്റ്റൻസ് സ്ലാഷിംഗ് അറ്റാക്ക്, അതായത് നമ്മൾ കണ്ട കുറോ. പിന്നെ സെൽഫ് ഡിഫൻസിനായിട്ടുള്ള റെഡ് ഗോൾഡ് ഫിഷിന്റെ അറ്റാക്ക്, അത് വെച്ചിട്ട് മെയിൻ നിർവീര്യമാക്കാനായിട്ട് കഴിയും. പിന്നെ ആദ്യത്തെ ഫൈറ്റിലെ ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെ ചിഹിരോ നേരിട്ട ആ ചാർജിങ് അറ്റാക്ക്. ഇപ്പൊ ഈ സോജോ പോകുന്ന സ്പീഡിൽ കോവും യുഇയും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോജോയ്ക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഹിരോ നിഷിക്ക് ചെയ്യുന്നത് പോലെ തന്നെ മെയ് വെച്ചിട്ട് ഒരു കോട്ടിംഗ് ഉണ്ടാക്കിയിട്ട് അറ്റാക്സ് പവറപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അറ്റാക്ക് നടത്താനുള്ള ആകെ സമയം എന്ന് പറയുന്നത് 12 സെക്കൻഡ് മാത്രമാണ്. ഇനി ശേഷിക്കുന്ന സ്പിരിറ്റ് എനർജി എല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ ക്ലോക്കിംഗ് നടത്താനായിട്ട് പോകുന്നത്. സോ വേറൊരു മൂവ്മെന്റോ ടെക്നിക്കോ ഒന്നും ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ഒറ്റ ഒരെണ്ണം മാത്രം. എന്തൊരു നാശമാണെന്ന് നോക്കണേ, പുല്ല്, ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് സോജോ ഫുള്ള് ഫോമിൽ ഫൈനൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. സോജോയുടെ ഈ അറ്റാക്കിൽ നിന്ന് ചിഹിരോ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ഇവിടെ വെച്ച് തീരും, സോജോ തോറ്റുപോകും. അവന്റെ ശരീരത്തിൽ അനുവദനീയമായിട്ടുള്ള സ്പിരിറ്റ് എനർജിയിലും 2 മടങ്ങ് അധികം വെച്ചിട്ടാണ് സോജോ ഈ ക്ലോക്കിംഗ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നൊന്നും സോജോ ചിന്തിക്കുന്നില്ല. അവൻ ഏതു വിധേനയും ചിഹിരോയുടെ കഴുത്തറത്തേ പറ്റൂ. ഇനി അവശേഷിക്കുന്നത് വെറും 3 സെക്കൻഡുകൾ കൂടി മാത്രം. ചിഹിരോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് സോജോ കറക്റ്റ് അവന്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഉടനെ ഫാസ്റ്റ് ആയിട്ട് മേലേക്ക് ജമ്പ് ചെയ്തിട്ട് സോജോയെ ഒരു വെട്ടുന്നുണ്ട്. ആ ഒരു മൂവ് സോജോ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പൊ നമ്മുടെ പാരലൽ ഇമാജിനറി ടൈം ലൈനിൽ സ്വീറ്റ്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ചിഹിരോ സോജോ ആ കൊടുത്തിരിക്കുന്ന ഡാങ്കോ എടുത്തിട്ട് ഒരെണ്ണം കഴിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ പണ്ട് അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അതായത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും എൻചാന്റഡ് ബ്ലേഡ്സ് ഉപയോഗിക്കുന്നത് ആളുകളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. ഈ ലോകത്തെ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കി ഒരു ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം എന്ന് ചിഹിരോയോട് അവന്റെ അച്ഛൻ പറഞ്ഞത് അവൻ ചിന്തിക്കുന്നു. ഇപ്പൊ ആ കടലിലേക്ക് വീണ കമുനാബി ടീമില് കസാനെ അവിടെ ഇങ്ങനെ കടൽ തീരത്തിരിക്കുന്നത് നമുക്ക് കാണാം. പരിക്കുകളുണ്ട്, പക്ഷെ എന്നാലും ജീവനോടെ ഇരിക്കുന്നത് പുള്ളി മാത്രമാണെന്ന് തോന്നുന്നു. എൻചാന്റഡ് ബ്ലേഡ്സ് എന്ന് പറയുന്ന വെപ്പൺസ് ഒന്നും ഈ ലോകത്തെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവന്റെ പക്ഷം. അതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അവസാനത്തെ ആ ഡാങ്കോയും കഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിഹിരോ സോജോയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതിനോട് ഇപ്പം ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്ക് 2 പേർക്കും നമ്മുടേതായ രീതിയിൽ എന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്താനുള്ള അവകാശമുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ നിന്നോടോ നിന്റെ ഐഡിയോളജിയോടോ യാതൊരുവിധ റെസ്പെക്റ്റും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഇപ്പോൾ
ഇപ്പോഴുള്ളതിലും അധികം ചോരക്കൊതിയോടുകൂടി നിന്നെ വെട്ടി താഴെ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒറിജിനൽ ടൈം ലൈനിലെ ഫൈറ്റിൽ ആ മുകളിൽ നിന്ന് വന്നിട്ട് ചിഹിരോ സോജോയുടെ കൈ വെട്ടി അരിഞ്ഞിരിക്കുകയാണ്. ഇവനിപ്പോ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് സോജോ ഇങ്ങനെ പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സോജോ അവന്റെ ബോഡി അലോ ചെയ്യുന്നതിനേക്കാൾ 2 മടങ്ങ് സ്പിരിറ്റ് എനർജിയാണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മുടെ ചിഹിരോ യൂസ് ചെയ്തത് 3 മടങ്ങാണ്. ഇനി 1 സെക്കൻഡ് സംതിങ്ങേ ബാക്കി നിൽക്കുന്നുള്ളൂ. സോജോ ആണെങ്കിൽ ഇപ്പോഴും കോൺഫിഡന്റ് ആണ്, ഇവൻ എത്ര ഫാസ്റ്റ് ആണെങ്കിലും ഇവന്റെ മൂവ്മെന്റ്സ് എനിക്ക് ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സോജോ ചിഹിരോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ബട്ട് ചിഹിരോ അപ്പോഴത്തേക്ക് ഇവിടെ ജമ്പ് ചെയ്ത് സോജോയുടെ ബാക്കിലായിട്ട് വന്നിട്ടുണ്ട്. ചിഹിരോ ബാക്കി വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ചിഹിരോ ഇങ്ങനെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ പെട്ടെന്ന് സോജോ റിയാക്ട് ചെയ്തിരുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെയും വാള് ബാക്കിലേക്ക് വീശി അവൻ ചിഹിരോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ആദ്യത്തെ ഫൈറ്റ് വെച്ച് തന്നെ ഇവന്റെ ഈ റിഫ്ലക്സ് ആക്ഷനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കിയ ചിഹിരോ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇപ്പോ ആ ബാക്കിൽ നിൽക്കുന്നത്. എന്നിട്ട് സോജോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനിപ്പോ കുറോ യൂസ് ചെയ്യുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച ട്രിക്ക് എന്താണെന്ന് സോജോ മനസ്സിലാക്കുന്നുണ്ട്. അതായത് സോജോ ആ വാള് വെച്ച് ബാക്കിലേക്ക് വീശിയപ്പോ ചിഹിരോ പെട്ടെന്ന് നിഷിക്ക് റിലീസ് ചെയ്ത് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്പോ സോജോയുടെ ക്ലോസ് റേഞ്ചിലേക്ക് വന്നിട്ട് കുറോ ഉപയോഗിച്ചു. ലോങ് ഡിസ്റ്റൻസ് സ്ലാഷിനാണല്ലോ കുറോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സോജോയുടെ കീഴിൽ നിന്നിട്ടാണ് ചിഹിരോ അത് ഉപയോഗിച്ചത്. അപ്പൊ ആ വെട്ട് എന്ത് സ്ട്രോങ് ആയിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോജോയെയും വെട്ടി അവന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു മരം വരെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. സോജോയുടെ കയ്യിലിരിക്കുന്ന ക്ലൗഡ് ഗൗജർ വരെ ആ സ്ലാഷിൽ മുറിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാം. ചിഹിരോ ആ വെട്ടിയത് ഒരു അന്യായ വെട്ടായിരുന്നു ഗൈസ്. ഇത് ഈ ആർക്കിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് റോർ. ക്ലൗഡ് ഗൗജറും ബ്രേക്ക് ആയി സോജോ ഡിഫീറ്റ് ആയിട്ട് താഴെ വീണു. അവൻ ക്ലൗഡ് ഗൗജർ തന്നെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞല്ലോ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അതെന്ന് സോജോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോയെ ഏത് വിധേനയും ഡിഫീറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് താങ്ങാവുന്നതിൽ 2 ഇരട്ടി സ്പിരിറ്റ് എനർജി ആയിരുന്നല്ലോ സോജോ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ വേദനയും സോജോയ്ക്കുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ വായിന്ന് ചോര തുപ്പുന്നുണ്ട്. അവൻ 3 ഇരട്ടിയാണല്ലോ ഉപയോഗിച്ചത്. സോ കണ്ടിട്ട് നിനക്കും നല്ല വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് സോജോ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്. ഞാൻ എന്റെ ഫുള്ള് ചീട്ടുകൾ ഇറക്കിയാ കളിച്ചത്, അവസാനം നീ എന്റെ ക്ലൗഡ് ഗൗജർ ഇങ്ങനെ വെട്ടി മുറിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്ന് സോജോ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്. ഈ എൻചാന്റഡ് ബ്ലേഡ്സ് നിന്നെ ആയിരിക്കണം തെരഞ്ഞെടുത്തത്, അതുകൊണ്ടാണ് ഈ യുദ്ധം നിനക്ക് ഫേവറബിൾ ആയതെന്ന് സോജോ ചിഹിരോയോട് പറയുന്നു. അല്ല, അതല്ല സത്യം, നീയും എൻചാന്റഡ് ബ്ലേഡ്സിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് ചിഹിരോ പറയുന്നുണ്ട്. അതിനുശേഷം പക്ഷേ എന്ന് പറഞ്ഞിട്ട് ചിഹിരോ ബാക്കി എന്തോ കൂടി പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ നമ്മളെ കേൾപ്പിക്കുന്നില്ല. ചിഹിരോ ആണെങ്കിൽ ഇങ്ങനെ തളർന്നു വീഴാനായിട്ട് പോവാണ്. ഷിബ ഇപ്പൊ പെട്ടെന്ന് ടെലിപോർട്ടായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചിഹിരോയെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. ഷിബയുടെ തോളത്ത് ഷാർ ഇരിക്കുന്നത് കാണാം. ക്ലൗഡ് ഗൗജർ ബ്രേക്ക് ആയത് ഷിബ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അതേപോലെ തന്നെ നീ നല്ലപോലെ ഫൈറ്റ് ചെയ്തു എന്ന് ഷിബ ചിഹിരോയോട് പറയുന്നുണ്ട്. ഇവരുടെ ബാക്കിലായിട്ട് ഇപ്പൊ തൊപ്പി വെച്ച ഒരാൾ നിപ്പുണ്ട്. കണ്ടിട്ട് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ട ഹിഷാക്കു മന്ത്രവാദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്തായിട്ട് ഒരു ബ്രീഫ് കേസും കാണാം. അത് ആ ബാത്ത് ഹൗസിൽ വെച്ച് മറ്റവന്മാര് സോജോയ്ക്ക് കൊണ്ടു കൊടുത്ത ഡാറ്റൻസയ്ക്ക് വെച്ചിട്ടുള്ള ആ ബ്രീഫ് കേസ് ആണ്. ഈ ഫൈറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ സോജോ ഇവിടെ വന്നപ്പോ കയ്യിൽ ആ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. എന്തായാലും പുറകിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത് ഷിബ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നു. ഉടനെ തന്നെ അയാൾ ആ ബ്രീഫ് കേസും കൊണ്ട് അവിടുന്ന് മറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഇവര് സോജോയെ നോക്കുമ്പോൾ സോജോ ആണെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു കയറി പൊക്കോണ്ടിരിക്കുകയാണ്. അവന്റെ കുടലും പണ്ടോ ഒക്കെ ചിഹിരോ വെട്ടി പുറത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഇവന് ഇനി കുറച്ച് മിനിറ്റുകൾ കൂടെ ജീവിച്ചിരുന്നാൽ ഭാഗ്യം എന്ന് ഷിബ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഇവനെ ആണെങ്കിൽ ഇനി ടോർച്ചർ ചെയ്ത് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. സോ ഈ സോജോ ഇപ്പൊ ഞാൻ പോയി അങ്ങ് തീർത്തേക്കട്ടെ എന്ന് ഷിബ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്. സോജോ ആണെങ്കിൽ ഇപ്പൊ ഈ ചാവാറായ അവസ്ഥയിലും കഷ്ടപ്പെട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് ആ പടി കയറി മേളിലേക്ക് പോവാൻ നോക്കുകയാണ്. ചിഹിരോ ഇപ്പൊ ഷിബയോട് പറയുന്നുണ്ട്, ഇവനെ ഇനി കൊല്ലാനൊന്നും നിൽക്കണ്ട, ഈ അവസ്ഥയിൽ അങ്ങ് വിട്ടേക്കാൻ. ഷാർ ആണെങ്കിൽ ഇപ്പൊ ഷിബയുടെ തോളത്തൂന്ന് ഇറങ്ങിയിട്ട് ചിഹിരോയോട് പറയുന്നുണ്ട്, നിന്റെ വലത്തെ കൈ ഇങ്ങ് കാണിക്കാൻ, ഞാൻ ഹീൽ ചെയ്ത് തരാമെന്ന്. അത് ഈ ഫൈറ്റിനിടയ്ക്ക് അറ്റുപോയ കൈയാണല്ലോ. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ അതിന് സമ്മതിക്കുന്നില്ല. സാരമില്ല, നീ ഇത് തൊടണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിഹിരോ പറയുന്നു. ഇപ്പോ കൈ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ് ഷാർ നിർബന്ധിക്കുമ്പോൾ ചിഹിരോ കൈ അവൾക്ക് നേരെ നീട്ടുന്നുണ്ട്. അങ്ങനെ ഷാർ അവനെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അകത്തേക്ക് പോയ സോജോ ലബോറട്ടറിയിലേക്കാണ് ഇഴഞ്ഞു പോയിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ എക്യുപ്മെന്റ് ഒക്കെ ചിഹിരോ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട സോജോ ആണെങ്കിൽ എനിക്ക് എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻചാന്റഡ് ബ്ലേഡ്സിനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനുള്ളിൽ ഇരിക്കുന്ന ആ ചെറിയ പീസ് ഡാറ്റൻസയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് കയ്യിലെടുക്കുന്നുണ്ട്. ഇതിന്റെ പവർ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ സാധിക്കും. എന്റെ ഉള്ളിലെ അവസാനത്തെ സ്പിരിറ്റ് എനർജി ഉപയോഗിച്ച് ഞാനിത് കൺട്രോൾ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവൻ ഈക്വൽ ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സോജോ ആ ഡാറ്റൻസയ്ക്ക് മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ അവന്റെ ബോഡിക്ക് അതിന്റെ പവർ താങ്ങാനായിട്ട് പറ്റുന്നില്ല. അത് അവന്റെ ഗ്രിപ്പ് വിട്ടു പോവാണ്. എന്താണ് എന്റെ ഈ റിസർച്ചിൽ മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് സോജോ വീണ്ടും ചിന്തിക്കുന്നു. എൻചാന്റഡ് ബ്ലേഡ്സ് ചൂസ് ചെയ്ത ഒരാൾ തന്നെയാണ് സോജോ എന്ന് ചിഹിരോ പറഞ്ഞിരുന്നല്ലോ. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നമെന്ന് സോജോ ആലോചിക്കുന്നു. ഷാറിനെ കൊണ്ട് ചിഹിരോയുടെ ആ വലത്തെ കൈ റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഡെസ്പ് ആവണ്ട, അങ്ങനെ നിനക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് ഷിബ ഷാറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സോജോ ഷാറിനെ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളും എല്ലാം തോൽവിയിലാണ് അവസാനിച്ചത്. അതേപോലെ തന്നെ നിന്റെ അമ്മ ഞാനല്ല,
ഞാനല്ലായിരുന്നെങ്കിൽ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായേനെ എന്ന് ഷാറിനോട് അവളുടെ അമ്മ പറഞ്ഞതും ഒക്കെ ഷാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇവിടെയും തോറ്റുപോയതിന് ചിഹിരോയോട് സോറി പറയുന്നു. ചുമ്മാ മണ്ടത്തരം പറയല്ലേ, നീ കുറച്ചു മുമ്പേ എന്റെ ഇടത്തെ കൈ ഹീൽ ചെയ്ത് തന്നുകൊണ്ടല്ലേ എനിക്ക് സോജോയുമായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ പറ്റിയത്. നിന്റെ പവറിനോടല്ലേ അതിന് നന്ദി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിഹിരോ ഷാറിനെ അഭിനന്ദിക്കുന്നുണ്ട്. സോജോയുടെ ബോഡി ഇപ്പൊ ഡാറ്റൻസക്കിയുടെ റിയാക്ഷനിൽ പൊട്ടിത്തെറിക്കാറായി നിൽക്കുമ്പോൾ നമുക്ക് മുമ്പ് ചിഹിരോ പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയ ആ സെന്റൻസ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ചിഹിരോ പറഞ്ഞത് ഇതാണ്, അതായത് സോജോ, എന്നെ ചൂസ് ചെയ്തതുപോലെ തന്നെ എൻചാന്റഡ് ബ്ലേഡ് നിന്നെയും ചൂസ് ചെയ്തതാണ്. പക്ഷെ എന്റെ അച്ഛന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ നീ വളർന്നിട്ടില്ല, അതുകൊണ്ടാ നീ എന്റെ കൈകൊണ്ട് ഒടുങ്ങാനായിട്ട് പോകുന്നത്. ഇപ്പൊ റോക്കുഹിര എന്ന് പറഞ്ഞുകൊണ്ട് സോജോ അലറുന്നുണ്ട്. ആ വലിയ ബിൽഡിംഗ് തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. ഷിബയാണെങ്കിൽ ചിഹിരോയും ഷാറിനെയും കൊണ്ട് അവിടുന്ന് ടെലിപ്പോർട്ടായി. ഇനി നമ്മളെ കാണിക്കുന്നത് 10 ദിവസങ്ങൾക്ക് ശേഷം കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഈ ബ്ലാസ്റ്റ് ആയ ബിൽഡിംഗ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ കിബയിലുള്ള കബുറാറ്റോ കാസ്റ്റിലാണ്. അവിടെ നിന്നും സോജോയുടെ ഡെഡ് ബോഡി കണ്ടെടുത്തു എന്ന് ഇവർ പറയുന്നുണ്ട്. ആന്റി ക്ലൗഡ് ഗൗജർ സ്പെഷ്യൽ ഫോഴ്സിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഷിയൂമി ഹരിമ, ഹാജിമെ കുഗാര, കിയോഹിക്കോ ഉസുക്കി, മക്കോട്ടോ കസാഹര എന്നിവര് സോജോയുമായിട്ടുള്ള ആ ഫൈറ്റില് മരിച്ചുപോയി എന്നും ഇവർ പറയുന്നു. കസാനെ മച്ചിയുടെ വലത്തെ കൈ പൂർണ്ണമായിട്ടും അറ്റുപോയെന്നും കമാൻഡർ ആയിട്ടുള്ള ഇക്കിറ്റോ ഹാഗിവരയുടെ 2 കാലുകളും പോയെന്നും പുള്ളിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നും നമ്മുടെ അസാമി പറയുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ മാസ്ക് വെച്ചൊരു പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നുണ്ട്, റാക്കുസ ഇച്ചിയിൽ ലേലത്തിന് വെച്ചിരിക്കുന്ന ഷിനുച്ചി ബ്ലേഡ് ഇപ്പോഴും ഐറ്റംസിന്റെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ സെല്ലറിന്റെ സ്ഥാനത്ത് സോജോയുടെ പേരല്ല, പുള്ളി മരിച്ചു പോയതുകൊണ്ട് തന്നെ വേറെ ആളുടെ പേരാണ്. അപ്പൊ യഥാർത്ഥ ലീഡർ സോജോ അല്ല, പുള്ളിയുടെ ബാക്കിൽ വേറെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് ഉറപ്പാണെന്ന് മറ്റൊരു മന്ത്രവാദി പറയുന്നുണ്ട്. ജിറാഫിന്റെ കൂട്ടിരിക്കുന്ന ഒരു മന്ത്രവാദി ഇപ്പൊ പറയുന്നുണ്ട്, എന്തായാലും കൈച്ചി നമുക്ക് നഷ്ടമായില്ല, അതേപോലെ തന്നെ ഈ 2 മന്ത്രവാദികളെ നമ്മൾ സോജോയുമായിട്ടുള്ള ഫൈറ്റിൽ ഇറക്കാഞ്ഞത് നന്നായി എന്ന്. ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞതിലെ കൈച്ചി എന്ന് പറയുന്നത് നമ്മുടെ കസാനെ മച്ചിയുടെ ഡീമൺ മോൺസ്റ്റർ എന്നും പറഞ്ഞ സ്പെല്ലാണ്. അതായിരുന്നല്ലോ സോജോയ്ക്കെതിരെയുള്ള ഇവരുടെ വജ്രായുധം. പക്ഷെ അത് പ്രയോഗിക്കുന്നതിന് മുമ്പേ കസാനയുടെ കൈ സോജോ വെട്ടി. അതേപോലെ 2 മെയിൻ മന്ത്രവാദികളെ ഈ സോജോയുമായിട്ടുള്ള ഫൈറ്റിൽ ഇറക്കാഞ്ഞത് നന്നായി എന്ന് ഇയാൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരാൾ അസാമി ആയിരിക്കും, മറ്റേതാരാണെന്ന് വഴിയെ പാക്കലാം. ഇപ്പോൾ വൂൾവറിന്റെ കൂട്ട് താടി വെച്ചിരിക്കുന്ന ഒരു മന്ത്രവാദി പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് റാക്കുസായി ചെയ്യുന്ന ഷിനുച്ചി ബ്ലേഡ് സ്വന്തമാക്കിയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇക്കുറ്റോ ഹാഗിവരെയും പുള്ളിയുടെ ആന്റി ക്ലൗഡ് ഗൗജർ ടീമും ഇട്ട എഫേർട്സ് എല്ലാം വെറുതെ ആയി പോകും. ഹെയർ പിൻ വെച്ചൊരു പെൺകുട്ടി പറയുന്നുണ്ട്, അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ക്ലൗഡ് ഗൗജറിന്റെ ലൈഫ് ലോങ് കോൺട്രാക്റ്റിനായിട്ട് ഇനി ആരെ സെലക്ട് ചെയ്യുമോ എന്നുള്ളതാണെന്ന്. കണ്ണാടി വെച്ചൊരു മന്ത്രവാദി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ക്ലൗഡ് ഗൗജർ അവിടുന്ന് റിക്കവർ ചെയ്തിരുന്നല്ലോ അല്ലേന്ന്. ഈ ലൈഫ് ലോങ് കോൺട്രാക്ട് എന്ന് പറയുന്നത് റോക്കുഹിരയുടെ എല്ലാ എൻചാന്റഡ് ബ്ലേഡ്സിനും ഉള്ള ഒരു മെക്കാനിസമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, ആ എൻചാന്റഡ് ബ്ലേഡുമായിട്ട് ലൈഫ് ലോങ് കോൺട്രാക്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റൂ. യൂസർ മരിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ കോൺട്രാക്ട് മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. റോക്കുഹിരെ അവർ കൊന്ന ടൈമിൽ തന്നെ ആ ക്ലൗഡ് ഗൗജറിന്റെ ഓണറും മരണപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സോജോയ്ക്ക് ആ ബ്ലേഡ് ആക്സസ് ചെയ്യാൻ പറ്റിയത്. ബാക്കിയുള്ള 5 എൻചാന്റഡ് ബ്ലേഡ്സിന്റെ യൂസേഴ്സും സെയ്റ്റൈ യുദ്ധം കഴിഞ്ഞ സമയം തൊട്ട് കമുനാബിയുടെ പ്രൊട്ടക്ഷനിലാണ്. നമ്മളെ ഇപ്പൊ 5 മന്ത്രവാദികളെ കാണിക്കുന്നുണ്ട്. അതിലെ ലാസ്റ്റിലത്തെ ആ മന്ത്രവാദിയാണെങ്കിൽ ജയിൽ പോലെ എന്തോ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിയുടെ മുഖമാണെങ്കിൽ കാണിച്ചിട്ടുമില്ല. ഇവരെല്ലാവരും ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഹിഷാക്കുവിന്റെ കയ്യിലിരിക്കുന്ന 5 എൻചാന്റഡ് ബ്ലേഡ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലൗഡ് ഗൗജർ ആയിരുന്നു ഒരു പ്രശ്നമായിട്ടിരുന്നത്, ഇപ്പൊ അതും മാറിക്കിട്ടി. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാനെ മച്ചിയുടെ റിപ്പോർട്ടിൽ അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് ഇവരുടെ ചീഫ് പറയുന്നു. കസാനെ ആണെങ്കിൽ ആ കൈയൊക്കെ പോയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണല്ലോ. അവന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോജോയെ കൊന്നത് ഇവരുടെ ആന്റി ക്ലൗഡ് ഗൗജർ ഫോഴ്സ് അല്ല, അത് ചിഹിരോ റോക്കുഹിര എന്ന് പറയുന്ന ഒരാളാണ്. അവൻ കുനിഷികെ റോക്കുഹിരയുടെ മകനാണെന്നാണ് പറയുന്നത്. മാത്രവുമല്ല അവന്റെ കയ്യിൽ നമ്മുടെ ഒന്നും റെക്കോർഡിലില്ലാത്ത 7ാമത്തെ ഒരു എൻചാന്റഡ് ബ്ലേഡും ഉണ്ട്. ഇപ്പൊ ഈ മീറ്റിംഗ് നടത്തുന്ന കമുനാബി ടീം പറയുന്നുണ്ട്, അവരാ ഫൈറ്റ് നടന്ന കാസ്റ്റിൽ മുഴുവൻ തപ്പി, പക്ഷെ അവർക്ക് ക്ലൗഡ് ഗൗജർ അവിടുന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ചിഹിരോ എടുത്തിട്ടുണ്ടാവുമെന്നാണ് ഇവരുടെ നിഗമനം. ഇപ്പൊ ഇത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണല്ലോ എന്ന്. അസാമി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കസാനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാണെങ്കിൽ അവിടെ വെച്ച് അവർ സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കമുനാബിയിലെ ആ ടീംമേറ്റ്സിന് വേണ്ടിയിട്ട് ചിഹിരോ റിവഞ്ച് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അസാമി പറയുന്നുണ്ട്. കസാനെ ആണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ എൻചാന്റഡ് ബ്ലേഡ്സ് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നോട് ക്ഷമിക്കണം അസാമി, പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളും ചിഹിരോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കമുനാബിക്ക് വെളിപ്പെടുത്തില്ല. പക്ഷെ 7ാമതൊരു എൻചാന്റഡ് ബ്ലേഡ് ഉണ്ടെന്നുള്ള വിവരം എനിക്ക് മൂടി വെക്കാനായിട്ട് കഴിയില്ല.
ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അസാമിയെ എടുത്ത് പെട്ടെന്ന് ആ മീറ്റിംഗിലിരിക്കുന്ന വൂൾവറിന്റെ താടി വെച്ച മന്ത്രവാദി പറയുന്നുണ്ട്, അസാമി, ഏഴാമതൊരു എൻചാന്റഡ് ബ്ലേഡ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതിനോടകം കുറെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, റോക്കുഹിരയുടെ ഈ മകനെ പറ്റി നമുക്ക് ഇതുവരെ യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടുമില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ സത്യം നിനക്കറിയാം അല്ലേ അസാമി? ഉള്ളത് പറഞ്ഞ എൻചാന്റഡ് ബ്ലേഡ് കാണാതായത് അങ്ങനെ ചുമ്മാതൊന്നുമല്ല. റോക്കുഹിരയുടെ മകന് സീക്രട്ടായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് നീയാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള മുടി നീട്ടി വളർത്തിയ ഒരു പുള്ളിയാണെങ്കിൽ ഇപ്പോൾ അസാമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ വൂൾവറിനോട് പറയുന്നുണ്ട്, അസാമി റോക്കുഹിരയുടെ മകനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ പോലെയുള്ളവർ അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ആകെ ഒരു വഴക്ക് തുടങ്ങുന്നുണ്ട്. ഉടനെ ഇവരുടെ ചീഫ് കയറി ഇടപെടുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഈ തർക്കങ്ങളൊക്കെ നിർത്ത്. റോക്കുഹിര കൊല്ലപ്പെട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുത്തതാണ്. അതായത് നമ്മുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് ആ കളവ് പോയ എൻചാന്റഡ് ബ്ലേഡ്സ് എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മുന്നിലുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഈ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചിഹിരോ റോക്കുഹിരയെ കണ്ടുപിടിക്കുക, അവന്റെ കയ്യിലുള്ള ഏഴാമത്തെ എൻചാന്റഡ് ബ്ലേഡും ക്ലൗഡ് ഗൗജറും തിരിച്ചെടുക്കുക. ഇക്വിറ്റോയുടെ ആന്റി ക്ലൗഡ് ഗൗജർ ഫോഴ്സ് ഇപ്പൊ ഇല്ല എന്ന് നമുക്കറിയാം. സോ ഈ രണ്ട് എൻചാന്റഡ് ബ്ലേഡ്സ് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ വേണം. കമുനാബിയുടെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ, അങ്ങനെ ഇപ്പൊ ഒരാളെ ഉള്ളൂ. ആ ഫൈറ്റർ ആണ് ഹിയുക്കി. ഇപ്പൊ അവള് പുറത്തിരിക്കുകയാണ്. ഒരാൾ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട് നിന്നെ അകത്തേക്ക് വിളിക്കുന്നു എന്ന്. അതേപോലെ തന്നെ എതിരാളിയുടെ അരയ്ക്ക് മുകളിലേക്ക് നിനക്ക് ഫ്ലെയിം ബോൺ ഉപയോഗിക്കാനുള്ള പെർമിഷനും തന്നിട്ടുണ്ടെന്ന് ഈ വന്നയാൾ പറയുന്നു. സോ അപ്പൊ ഈ കമുനാബിയിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആവുന്നത്. ഇവരാണ് ഇനി ചിഹിരോയെ പിടിക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ആർക്കായിട്ടുള്ള റാക്കുസൈച്ചി ആർക്കുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ.